കുട്ടിക്ക് ഡേ കെയറിലും അതുപോലെ തന്നെ ഓഫീസിലും എന്തൊക്കെയാണ് കൊടുത്തു വിടണേന്ന് നോക്കിയാലോ? അപ്പോൾ ഇന്ന് സ്നാക്ക് ബോക്സിൻ്റെയാണ് ആദ്യം കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുട്ടിക്ക് ഒരു ബോക്സിൽ കുറച്ച് മാംഗോസ് ആണ് അത് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എപ്പോഴത്തെയും പോലെ ബോയിൽഡ് എഗ്ഗ് അതാണ് അടുത്ത ബോക്സിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ തേർഡ് ബോക്സിൽ ഞാനൊരു റൈസ് ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഒരു കറിയും വേണ്ട കേട്ടോ, നമുക്ക് അങ്ങനെ കഴിക്കാം. അപ്പം എൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ, അത് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം എന്താ കുട്ടിക്കുള്ള എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. സ്നാക്സും അതുപോലെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ലഞ്ചും എല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് കാണാൻ ചെയ്യുന്ന ഓഫീസിൽ കൊടുത്തു വിടണം. അപ്പോൾ വീക്കിലി ഒരു ദിവസം മാത്രം ഫുഡ് കൊണ്ടുപോയാൽ മതി, ബാക്കി ഓഫീസിൽ നിന്ന് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ സെയിം റൈസ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ ആവശ്യമില്ല. എന്നാലും ഞാൻ കുറച്ച് പപ്പടം, അത് റൈസിൻ്റെ പപ്പടം ഉണ്ടോ, ആ റൈസ് പപ്പടം കൂടി അത് വറുത്തതും ഒരു പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കേടും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൈരിന് അത്യാവശ്യം പുളിയുള്ളതുകൊണ്ട് ഞാനത് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് അങ്ങനെ വെച്ചേക്കും. അപ്പോൾ ഉച്ചയാകുമ്പോൾ എടുക്കുമ്പോൾ കറക്റ്റ് നല്ല പാകത്തിന് പുളിയായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്ഥിരം കൊടുത്തു വിടാറ്. അപ്പോൾ രണ്ടാൾക്കുള്ള ലഞ്ച് ബോക്സും അതുപോലെ സ്നാക്ക് ബോക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെ ആ റൈസിൻ്റെ വീഡിയോ വേണമെങ്കിൽ പറയട്ടെ, ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം ഞാൻ എന്തായാലും അതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ അതാ രണ്ടുപേർക്കും ബൈയൊക്കെ പറഞ്ഞ് പോവാണ്. അത്രയൊക്കെ ഉള്ളൂ. വീണ്ടും കാണാം. ബൈ.